പ്രൈസ് ദി ലോർഡ്. ദൈവവചന കേൾവിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി തീരട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന് മനസ്സിന് ഒരാശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ, ദൈവവചനമാകുന്ന ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അനേക പ്രാവശ്യങ്ങൾ വായിച്ചിട്ടുള്ളതായ ദൈവവചന ഭാഗങ്ങൾ ജീവിതത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യം വരുമ്പോൾ ആരിലൂടെയെങ്കിലും ദൈവം നമ്മൾ മനപ്പാഠം പഠിച്ച ചില വാക്യങ്ങളെ ഓർപ്പിക്കും. നമ്മൾ തന്നെ വായിക്കുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് അതിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളെ ഓർപ്പിക്കുക, വചനഭാഗത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. അത് കേൾക്കുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത്, അത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ സമയം വളരെ സന്തോഷവും ധൈര്യവും പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്രകാരം ധൈര്യം തരുന്ന ഒരു വചനമാണ് തുടർന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയെക്കുറിച്ചൊക്കെ ആശങ്കയോടെ, ഭാരത്തോടെ, എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള ചിന്തയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവവചന ഭാഗം. ആവർത്തന പുസ്തകം 33:26 ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഹൃദയത്തിന് തണുപ്പായി, പ്രാണന് തണുപ്പായി, ആത്മാവിന് ചൈതന്യമായി ഈ സന്ദേശം മാറും. നിങ്ങൾക്കൊരു ഉറപ്പ് ഈ മെസ്സേജിലൂടെ പരിശുദ്ധാത്മാവ് തരും, ഒരു ധൈര്യം നിങ്ങൾക്ക് തരും. ഹൃദയത്തിനകത്ത് പിശാച് സംശയം കൊണ്ടിട്ട്, അവിശ്വാസം കൊണ്ടിട്ട്, ഭയം കൊണ്ടിട്ട്, ആശങ്ക കൊണ്ടിട്ട്, ഒന്നും ചെയ്യാൻ കഴിയാതെ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയാതെ മനസ്സ് പുറകോട്ട് വലിപ്പിക്കുന്ന സകലതും ഈ മെസ്സേജ് കേൾക്കുമ്പോൾ മാറിപ്പോയി ദൈവകൃപ ഏറ്റെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇങ്ങനെയാണ് ആ വേദഭാവം വായിക്കുന്നത്. യെശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ മക്കളെയൊക്കെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് 33-ാം അധ്യായം ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പറയുന്ന ഒരു വാക്യമാണ് 26-ാം വാക്യം. യെശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഈ സന്ദേശത്തിൽ, ഈ ദൈവവചന സന്ദേശത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുമായി കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡ് ഇതാണ്, ഒരു പദം ഇതാണ്. മെസ്സേജിൻ്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വേർഡ്, ഈ ഒരു പദമാണ്. നിന്നെ സഹായിക്കാൻ, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലെന്ന് നീ പറയുന്നില്ലേ? ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ സഹായിക്കാൻ ആരുമില്ല. നിനക്ക് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ് വെച്ച് നോക്കിയാൽ, നിൻ്റെ മുമ്പിലുള്ള സാധ്യത വെച്ച് നോക്കിയാൽ, നിൻ്റെ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കുന്ന രീതി വെച്ച് നോക്കിയാൽ ഒരു കാര്യവും നടക്കത്തില്ല. സഹായിക്കാൻ ആരുമില്ല. മറ്റൊരു ഭാഗത്തു നിന്നൊരു ഹെൽപ്പ് കിട്ടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളോട് ഇടപെടുകയാണ്. തൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കുകയാണ്. നിൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. നിന്നെ സഹായിപ്പാൻ, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സർവശക്തനായ ദൈവം ഉണ്ട്. അവിടുന്ന് വരും. നിനക്ക് സഹായം ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്. നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിനക്ക് ഒറ്റയ്ക്ക് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു ടൈം നിനക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് വേണം. ആരും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൻ്റെ മനസ്സിനകത്തില്ല, ആരോടും പറയാൻ പറ്റത്തില്ല. പക്ഷേ ദൈവവചനം പറയുന്നു, നിൻ്റെ സഹായത്തിനായി ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഇവിടെ യെശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനില്ല എന്ന് പറയുമ്പോൾ ആരാണ് യെശൂര്? ഇവിടെ പറയുന്നത് ഒരു പോയറ്റിക് നെയിമാണ്, പോയറ്റിക് നെയിം ഫോർ ഇസ്രായേൽ. ഇസ്രായേലിന് വേണ്ടി പറയുന്ന, ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഒരു പോയറ്റിക് നെയിമാണ് യെശൂര് എന്ന് പറയുന്നത്. ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറഞ്ഞാൽ ദ അപ്രൈറ്റ് വൺ, ദ ബിലോവ്ഡ് നേഷൻ എന്നൊക്കെയാണ്
യശൂര് എന്ന വാക്കിൻ്റെ അർത്ഥം, ഇസ്രായേലിന് വേണ്ടി പറയുന്ന ഒരു കാവ്യ നാമമാണ് യശൂര്. ഇസ്രായേലിന് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അപ്രൈറ്റ് വൺ, നേരോടെ നടക്കുന്ന വ്യക്തി, നേരുള്ള വ്യക്തി. മറ്റൊരർത്ഥം ബിലോവ്ഡ് നേഷൻ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട രാജ്യം, ദേശം, വംശം. ഞാൻ നിങ്ങൾ വാരാ, നമ്മുടെ സ്വന്തം നീതിയാൽ നീതീകരിക്കപ്പെട്ടവരല്ല, യേശു ക്രിസ്തുവിൻ്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ടവരാണ്. അവിടെ നമ്മളെ നീതീകരിച്ചു. 2, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്നും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എന്നെ നീതീകരിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ നീതി കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ നീതിയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. 2, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. തൻ്റെ ഓമനകുമാരനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവരി കുരിശിൽ യാഗമാക്കി തീർത്ത ദൈവം നമ്മെ സ്നേഹിച്ചു. അതാണ് ബൈബിൾ പറയുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ദൈവത്തിൻ്റെ മഹാസ്നേഹം നിമിത്തം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ബിലോവഡാണ് നമ്മൾ, ബിലോവഡ് ചൈൽഡ് ഓഫ് ഗോഡാണ്. അങ്ങനെയുള്ളവരോട് പറയുകയാണ്, യശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തിനുമില്ല. 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് മറഞ്ഞു കിടക്കുന്നത്. 1, അവർ ഗോഡ് ഈസ് ഇൻകമ്പയറബിൾ ഗോഡ്. നിസ്തുല്യത, ദൈവത്തിൻ്റെ നിസ്തുല്യത. യശൂരുവിൻ്റെ ദൈവത്തിൻ്റെ നിസ്തുല്യത, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നിസ്തുല്യത. ശക്തിയിൽ, സ്നേഹത്തിൽ, വിശ്വസ്തതയിൽ നിസ്തുല്യത. അവനെപ്പോലെ മറ്റൊരാളില്ല, നിസ്തുല്യനാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യനാരുമില്ല. ഗോഡ് ഈസ് ഇൻകമ്പയറബിൾ. അവർ ഗോഡ് ഈസ് ഇൻകമ്പയറബിൾ ഗോഡ്. വിശ്വസിക്കാൻ പറ്റുന്നുള്ള എൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല, യശൂരുവിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല. ഇൻകമ്പയറബിളായ ഗോഡ് നിന്നെ സഹായിക്കാൻ വരുന്നു. യശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. 1. 2, നിൻ്റെ സഹായത്തിനായി. 1, ഗോഡ് ഈസ് ഇൻകമ്പയറബിൾ. അവർ ഗോഡ് ഈസ് അവർ ഹെൽപ്പർ, നമ്മെ സഹായിക്കുന്നവനാണ്. 3, ഗോഡ് ഈസ് മജസ്റ്റിക്. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വലോകത്തിലും ഉന്നതനാണ്, ശ്രേഷ്ഠനാണ്, മജസ്റ്റിക്കാണ്. പറയാണ്, ഈ ദൈവം നിന്നെ സഹായിക്കാൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. നിനക്കൊരാവശ്യം വരുമ്പോൾ, നിനക്കൊരു ഹെൽപ്പ് ആവശ്യമായി വരുമ്പോൾ, നിൻ്റെ ആ കഷ്ടകാലത്ത് അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, ചില ചുമടുകൾ നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതായിട്ട് വരുന്ന ആ കാലഘട്ടത്തിൽ, ആ പീരീഡിൽ, ആ തകർച്ചയുടെ കാലത്ത്, കഷ്ടകാലത്ത് നിന്നെ സഹായിപ്പാൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ, തൻ്റെ മഹത്വത്തോടെ മേഘാരുടനായി വരുന്നൊരു ദൈവമുണ്ട്. ഒരു വഴിയും നിൻ്റെ മുമ്പിൽ കാണുന്നില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ നടുവിൽ വഴി ഒരുക്കുന്നൊരു ദൈവം. ഒരു സാധ്യതയും മുമ്പിൽ കാണുന്നില്ലെന്ന് പറയുമ്പോൾ സാധ്യത ഉണ്ടാക്കുന്ന ദൈവം. അസാധ്യമാണെന്ന് ലോകം മുഴുവൻ നിന്നോട് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നേരോടെ നടക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട നിനക്കു വേണ്ടി വരുമെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വേടാണ് വീണ്ടും ആവർത്തിക്കുന്നത്, നിന്റെ സഹായത്തിനായി യശൂരുവിൻ്റെ ദൈവം വരുന്നു. ഈ ദിവസങ്ങളിൽ നിന്നെ സഹായിക്കാൻ വരുന്നു. യെശയ്യാവ് 41:10 ഒരു പ്രോമിസ് കിടപ്പുണ്ട്, ഒരു വാക്തത്വം കിടപ്പുണ്ട്. എന്താ ദൈവത്തിൻ്റെ വാക്തത്വത്തിൻ്റെ പ്രത്യേകത? അത് മാറ്റമില്ലാത്തതാണ്, മാറാത്തതാണ്, അത് നിവർത്തിക്കപ്പെടുന്നതാണ്. ഒരു പ്രോമിസ് വേർഡാണ്, നമുക്കെല്ലാം കാണാപ്പാടാൻ അറിയേണ്ട വാക്യമാണ്. ആ പ്രോമിസ് വേഴ്സിനകത്ത് ഒരു വേർഡ് കിടപ്പുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമെന്ന്, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും. ഇന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ കേൾപ്പിക്കുന്ന ദൈവശബ്ദം ഇതാണ്: ഞാൻ നിന്നെ സഹായിക്കും. ആ പരീക്ഷയിൽ ഞാൻ നിന്നെ സഹായിക്കും. ആ ജോലിയുടെ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. ആ കുടുംബപരമായ വിഷയത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. ആ കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. ആ നിയമപ്രശ്നത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. ആ രോഗത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. ആ ശുശ്രൂഷയുടെ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. നീ സബ്മിറ്റ് ചെയ്ത ആ ഫയലിനകത്ത് ഞാൻ നിന്നെ സഹായിക്കും.
നിൻ്റെ വീടിൻ്റെ വിഷയത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. ഏതൊരു വിഷയത്തിനകത്തും നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ. അത് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനായ സഹായിക്കാമെന്ന് പ്രോമിസ് ചെയ്ത ആ ദൈവം. ഇംഗ്ലീഷിലൊരു പാട്ടില്ലേ, മിറക്കിൾ വർക്കർ, പ്രോമിസ് കീപ്പർ, ലൈറ്റ് ഇൻ ദ ഡാർക്ക്നെസ്. അതിനകത്തെ പദവ പ്രോമിസ് കീപ്പർ. പറഞ്ഞ വാഗ്ദത്തത്തെ കീപ്പ് ചെയ്യും, അതിനെ പാലിച്ച് കാണിക്കും. ഇതൊരു പ്രോമിസാണ്, ദൈവവചനത്തിലെ പ്രോമിസ്. ഐ വിൽ ഹെൽപ്പ് യു എന്ന്. നിൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്കാണ്, ഞാൻ നിന്നെ സഹായിക്കും. ഇന്ന് ഈ മെസ്സേജ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ചില ഉള്ളങ്ങളെ പരിശുദ്ധാത്മാ ധൈര്യപ്പെടുത്തുക. നിന്നെ സഹായിക്കുമെന്ന് ദൈവം. നീ പേടിക്കണ്ട സഹോദര, ഭയപ്പെടണ്ട സഹോദരി, ഭയപ്പെടണ്ട. ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഇറ്റ് ഈസ് ഹിസ് പ്രോമിസ് വേർഡ്. ഐ വിൽ ഹെൽപ്പ് യു. എല്ലാ സമയവും നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യത്തിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടു പോകും. അത് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ചിലത് മനസ്സിലാക്കി തരാനാണ്. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ ഒരു സമയത്തിലൂടെ ദൈവം നമ്മളെ ആ സാഹചര്യത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്. അതിന് നമ്മൾ കഷ്ടകാലമാണെന്നും നമുക്ക് നല്ല കാലമല്ലെന്നും ഒക്കെ പറയും. പക്ഷേ ആ സമയത്ത് നമ്മളെ സഹായിക്കുന്നവനാണ് യേശു. മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച് എബ്രായലേഖനം 4:16 പറയുന്നത്, അതുകൊണ്ട് മഹാപുരോഹിതനായ യേശു ക്രിസ്തു നിങ്ങൾക്ക് മഹാപുരോഹിതനായി ഉള്ളതുകൊണ്ട്, ജീവിക്കുന്നവനായി ഉള്ളതുകൊണ്ട്, ആകാശത്തിലൂടെ കടന്നുപോയി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനായ മഹാപുരോഹിതനായ ക്രിസ്തു നിങ്ങൾക്കുള്ളതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. അവിടെ പറയുന്ന പദമാണ് സഹായത്തിനുള്ള കൃപ പ്രാപിക്കണം. ഫൈൻഡ് ഗ്രേസ് ടു ഹെൽപ്പ് ഇൻ ഗുഡ് ടൈം, അപ്രോപ്രിയേറ്റ് ഹെൽപ്പ്, വെൽ ടൈംഡ് ഹെൽപ്പ് എന്ന്. ഒരു സഹായത്തിന് ഒരു സമയം വരുമ്പോൾ നമുക്കൊരു ഹെൽപ്പ് വേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ട്, എത്ര അനുഗ്രഹമായിരിക്കും അല്ലേ. ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടി നോക്കണം. ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളാണ് എനിക്ക് വേണം, എനിക്ക് ആവശ്യമാണ്. പക്ഷെ ദൈവവചനം പറയും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തോട്ട് ചെല്ല്, യേശുവിൻ്റെ നാമത്തിൽ ചെല്ല്. യേശുവിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലോട്ട് യേശുവിൻ്റെ നാമത്തിൽ ചെല്ല്. സഹായത്തിനുള്ള കൃപ ദൈവം നിനക്ക് തരും. സഹായിക്കുന്ന പറഞ്ഞ ആളാരാന്നറിയാവോ? അത് നമ്മൾ രക്ഷിച്ച കർത്താവാണ്, യേശുവാണ്, ഒരു മനുഷ്യനല്ല പറഞ്ഞ്. മനുഷ്യൻ പ്രോമിസ് കീപ്പ് ചെയ്യുമോ? ഇല്ല, അവർ മറക്കും. പ്രോമിസ് തന്ന ആ സമയത്ത് മനുഷ്യനുണ്ടായ സാഹചര്യമായിരിക്കത്തില്ല നമുക്കൊരാവശ്യം വന്നപ്പം ആ വ്യക്തിയുടെ സാഹചര്യം. അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് കാണും, ഒരു തകർച്ചയിലായി കാണും, അവരുടെ മാനസികമായ നില വ്യത്യാസം വന്ന് കാണും, അവരൊരു കഷ്ടകാലത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വന്ന് കാണത്തില്ല. എബ്രായർ 2:18 പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഐ വിൽ ഹെൽപ്പ് യു എന്നൊക്കെ ദൈവം നമ്മളോട് പറയുമ്പോഴേ യേശുവിനെക്കുറിച്ച് പറയുക. യേശുവിൻ്റെ നാമത്തിൽ കൃപാസനത്തോട് അടുത്ത് ധൈര്യത്തോടെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ കടന്നു ചെല്ലണമെന്നൊക്കെ പറയുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. താൻ തന്നെ പരീക്ഷിതനായ കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. 3 കാര്യമാണ് ഈ വാക്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്നത് യേശുവിനെക്കുറിച്ച്. യേശു നിങ്ങളെ സഹായിക്കും കേട്ടോ. അമ്മേ യേശു സഹായിക്കും, അച്ഛാ യേശു സഹായിക്കും, അനിയ യേശു സഹായിക്കും, ചേച്ചി യേശു സഹായിക്കും, പാസ്റ്ററെ യേശു സഹായിക്കും. നമുക്കറിയാവുന്ന കാര്യമില്ല, വീണ്ടും ഓർപ്പിക്കുക. ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ ഹെൽപ്പ് യു ഇൻ ദിസ് ക്രൈസിസ്, ഐ വിൽ ഹെൽപ്പ് യു. 3 കാര്യമാണ് എബ്രായർ 2:18 പറയുന്നത്. ഹീ നോസ് അവർ പെയിൻ, ഹി എക്സ്പീരിയൻസ് ഓൾറെഡി. ഈ പെയിൻ യേശു ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണ്. താൻ തന്നെ പരീക്ഷിതനായ കഷ്ടം അനുഭവിച്ചതാണ്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് യേശുവിന് മനസ്സിലായിട്ടുണ്ട്. കാരണം അതിലൂടെ യേശു കടന്നു പോയിട്ടുണ്ട്. ആ നിസ്സഹായ അവസ്ഥയിലൂടെ യേശു കടന്നു പോയിട്ടുണ്ട്. താൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ ഹീ നോസ്. 2 ഹീ ഈസ് ഏബിൾ. നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരാളുണ്ട് കേട്ടോ.
അത് നമ്മുടെ കർത്താവാണ്. ഹീ ഈസ് വില്ലിങ്. 3 കാര്യങ്ങളാണ്. ഹീ നോസ് ദ പെയിൻ, ഹീ ഈസ് ഏബിൾ, ഹീ ഈസ് വില്ലിങ്. കഴിവുണ്ട്. കഷ്ടത എന്താണെന്നും പെയിൻ എന്താണെന്നും സഹായം ഏത് സാഹചര്യത്തിലാണ് വേണ്ടതെന്ന് അറിയാമെന്ന് മാത്രമല്ല, ഹീ ഈസ് വില്ലിങ് ടു ഹെൽപ്പ്. സഹായിക്കാൻ അവന് പ്രാപ്തി ഉണ്ടെന്ന് മാത്രമല്ല, വില്ലിങ്ങാണ്. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ആ കഷ്ടകാലത്ത് പ്രിയപ്പെട്ടവരെ, ആ കഷ്ടകാലം വെളിപ്പെടുമ്പോൾ നീ മനസ്സിലാക്കുന്നുണ്ടോ? നിൻ്റെ മനസ്സിനകത്ത് ഒരു 2 മാസം കഴിയുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ, ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ നേരിടേണ്ട വ്യക്തിയാണ്. അന്ന് ഞാൻ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും എന്നെ സഹായിക്കാൻ വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ നീ ചിന്തിച്ചിരിക്കുന്ന ആ കാര്യമുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ നിന്നോട് പറയുക, നീ പോലും ചിന്തിക്കാത്ത രീതിയിൽ ആ കാര്യത്തെ ഫേസ് ചെയ്തതിന് അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവം നിന്നെ സഹായിക്കും. നിൻ്റെ സഹായത്തിനായി അവൻ വരുന്നുണ്ട്. സഹായിക്കാൻ കഴിവുള്ളവൻ, സഹായിക്കാൻ പ്രാപ്തിയുള്ളവൻ, മനസ്സുള്ളവൻ, ഏബിളായവൻ, വില്ലിങ് ആയവൻ, നിൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കിയ ഒരുവൻ വരുന്നുണ്ട്, യേശു കർത്താവ്. എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ഒരു കാര്യം എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റത്തില്ല, എന്നെ നീ സഹായിക്കാൻ വരണം. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് യാക്കോബ് 5:13 പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കഷ്ടകാലത്തെ നേരിടാനുള്ള കൃപ എനിക്ക് തരണമേ. പ്രൈസ് ദി ലോർഡ്. അതല്ലേ നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. ദിവസത്തിൽ ശരണമായവൻ. എന്നാൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമാകുന്നുവെന്ന് യോഗയിൽ 3:16 പറയുന്നു. ഈ ഡേ ഓഫ് ട്രബിളിൽ പ്രാർത്ഥിക്ക്. ഒറ്റ വഴിയുള്ളൂ, പ്രാർത്ഥിക്ക്. കർത്താവേ, എന്നെ സഹായിക്കാൻ അങ്ങ് വരണം. ഈ കഷ്ടകാലത്ത് നിന്നെ കൈവിടത്തില്ല. ആരൊക്കെ ബൈബിളിൽ അവരുടെ കഷ്ടകാലത്ത്, സങ്കടകാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരെല്ലാം ദൈവം രക്ഷിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഉറപ്പ്. ഇന്ന് ഈ മെസ്സേജ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് എന്താണെന്നറിയാമോ? ഒരു സഹായം ആവശ്യമായ ഒരു കഷ്ടകാലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നപ്പോൾ അവർ സഹായിപ്പാൻ കഴിവുള്ള പർവ്വതത്തിലേക്ക്, സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം ഇവിടുന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കി ഹോവിങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് പോലെ, ആ കഷ്ടകാലത്ത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ച ഒരാളെ പോലും എൻ്റെ കർത്താവ് കൈവിട്ടിട്ടില്ല. ആ ഒരു ഗ്യാരണ്ടിയാണ് ദൈവം തരുന്ന ഗ്യാരണ്ടി, ഞാൻ നിന്നെ സഹായിക്കുമെന്നുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു 2 വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവേ, ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്തുണ്ട്, എന്നെ ഭയപ്പെടുത്തുന്നതാണത്, എന്നാൽ അതിനകത്ത് നീ എന്നെ സഹായിക്കണം. യേശുവിൻ്റെ ദൈവം എന്നെ സഹായിക്കണം. ആകാശത്തിലൂടെ മേഘാരൂഢനായി കടന്നു വന്ന് മഹിമയിൽ വെളിപ്പെടുന്ന ആ ദൈവം എന്നെ സഹായിക്കണമെന്ന് പറ. 50-ാം സങ്കീർത്തനത്തിൻ്റെ 15 സങ്കീർത്തനക്കാരൻ കഷ്ടകാലം വന്നപ്പോൾ ചെയ്തൊരു കാര്യമുണ്ട്. ഇങ്ങനെ പറയുന്നത്, കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. 3 കാര്യങ്ങളാണ് കഷ്ടകാലത്ത് സംഭവിച്ചത്. കോൾ അപ്പോൺ മീ. കഷ്ടകാലത്ത് ഡേ ഓഫ് ട്രബിൾ വെളിപ്പെട്ടപ്പോൾ കോൾ അപ്പോൺ മീ. നമ്മളൊരു കഷ്ടം വരുമ്പോൾ ഒരു സഹായത്തിന് ആവശ്യം ആരെയാണ് കോൾ ചെയ്യുന്നത്? ഫോണെടുത്ത് അതിനു മുമ്പ് കോൾ അപ്പോൺ മീ, എന്നെ വിളിക്ക്, ഐ വിൽ ഡെലിവർ യു, ഞാൻ നിന്നെ വിടുവിക്കും. മാത്രമല്ല, യു ഷാൽ ഗ്ലോറിഫൈ മീ എന്ന് പറഞ്ഞാൽ കഷ്ടകാലം എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടകാലം വരുമ്പോൾ നീ ദൈവത്തിൻ്റെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നീ അത് മറക്കത്തില്ല, നീ അത് ഓർക്കും. എന്ന് പറഞ്ഞാൽ യു ഷാൽ ഗ്ലോറിഫൈ എന്ന് പറഞ്ഞാൽ ആ കഷ്ടകാലത്തിലൂടെ നീ കടന്നുപോയപ്പോൾ, ആരും സഹായമില്ലാതെ കടന്നുപോയപ്പോൾ, യേശുവിൻ്റെ ദൈവം മേഘാരൂഢനായി തൻ്റെ മഹിമയിൽ വെളിപ്പെട്ട് നിന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം നീ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയുമെന്ന്. അതല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. യു ഷാൽ ഗ്ലോറിഫൈ മീ. കഷ്ടകാലം എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടകാലം വെളിപ്പെടുമ്പോൾ ദൈവം സഹായിച്ചതിൻ്റെ സാക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയാൻ സംഗതി വിരിക്കും. 91-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യം നമുക്കെല്ലാം ഫെമിലിയർ അല്ലേ?
അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. 4 കാര്യങ്ങളാണ്. ഐ വിൽ ആൻസർ ഹിം, ഐ വിൽ ബി വിത്ത് ഹിം, ഐ വിൽ ഡെലിവർ ഹിം, ഐ വിൽ ഹോണർ ഹിം. യാക്കോബിൻ്റെ ജീവിതത്തിൽ 20 വർഷം കഷ്ടകാലമായിരുന്നു. 31 അധ്യായത്തിൻ്റെ 42 വാക്യത്തിൽ ലാബാനോട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. നീ ഒറ്റയ്ക്ക് തണ്ടു വലിക്കുന്നത്, ഒറ്റയ്ക്ക് ജീവിതമാകുന്ന നൗക തുഴയുന്നത് കണ്ട്, നിൻ്റെ കഷ്ടതയും നിൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് നിനക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട്. വിശ്വാസത്തോടെ ആമേൻ പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? 13 വർഷം കഷ്ടമനുഭവിച്ച മനുഷ്യനാ യോസഫ്. 41 അധ്യായത്തിൻ്റെ 51 വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. കഷ്ടത മറന്നു കളയാൻ സഹായിക്കുന്ന ദൈവം. സ്തോത്രം. കഷ്ടതയിൽ നിന്നെ ഓർത്തിട്ട്, നിൻ്റെ പ്രയത്നത്തെ കണ്ടിട്ട്, നിൻ്റെ കഷ്ടപ്പാടുകളെ കണ്ടിട്ട് നിനക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു ദൈവം. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ ഏറ്റുപറ. ദൈവം നിങ്ങളോട് പറയുന്ന ദൈവശബ്ദം ഇതാണ്: ബ്രദർ, ഐ വിൽ ഹെൽപ്പ് യു. സിസ്റ്റർ, ഐ വിൽ ഹെൽപ്പ് യു. സൺ, ഐ വിൽ ഹെൽപ്പ് യു. ഡോട്ടർ, ഐ വിൽ ഹെൽപ്പ് യു. മോനെ, ഞാൻ നിന്നെ സഹായിക്കാം. മോളെ, ഞാൻ നിന്നെ സഹായിക്കാം. നീ എന്തിനാ ഭാരപ്പെടുന്നേ? നീ ചിന്തിച്ചു ഭയപ്പെടുന്ന പോലൊന്നും സംഭവിക്കത്തില്ല. അവിടെ നീ സേവിക്കുന്ന നിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരും. നിൻ്റെ മുഖം ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. നിൻ്റെ മുഖം വാടിപ്പോകാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഷ്ടതയുടെ കാലത്തെ സാക്ഷ്യമാക്കി മാറ്റാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയങ്ങളാക്കി മാറ്റാൻ ദൈവം നമ്മെ സഹായിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണല്ലോ. കഷ്ടകാലം ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ ആ സമയത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ച് ദൈവപ്രവൃത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സന്ദേശം കേട്ട സകല വ്യക്തികളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം, അവിടുത്തെ ശക്തിക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന കേട്ടേ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.